ജനതയിൽ ഗൃഹോപകരണങ്ങൾ ഓൺലൈൻ വിലയേക്കാൾ വലിയ കുറവിൽ. ഓട്ടുപാറ ജനതയിൽ നിങ്ങളുടെ പഴയ മിക്സി, ഗ്രൈൻഡർ, ഫാൻ, അയൺ ബോക്സ്, ഇൻഡക്ഷൻ കുക്കർ, ഒപ്പം പഴയ സ്റ്റീൽ, അലുമിനിയം, ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. 1399 രൂപയ്ക്ക് മിക്സികൾ, ഫാനുകളെല്ലാം വലിയ വിലക്കുറവിൽ. ഇൻഡക്ഷൻ കുക്കർ 1199 രൂപ. 3 ബർണർ ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ 1999 രൂപ മുതൽ ആരംഭിക്കും. ഈ സൗജന്യങ്ങൾ ഓട്ടുപാറ ജനതയിൽ മാത്രം. ജനത ഓട്ടുപാറ. ഫോൺ 9526267779. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രമേയമായ പാരഡി ഗാനത്തെക്കുറിച്ച് പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പാരഡി ഗാനം പാടുന്നത് കേരളത്തിൽ ആദ്യമായാണോ എന്ന് ചോദിച്ച സതീശൻ, ഇതേ അയ്യപ്പ ഭക്തിഗാനം കൊണ്ട് CPIM പാരഡി ഗാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു. 11 വർഷം മുമ്പാണ് ഇതേ ഗാനം വെച്ച് CPIM പാരഡി ഗാനം ഉണ്ടാക്കിയത്. കെ കരുണാകരൻ വാഹനത്തിൽ പോകുന്നതിനെ കളിയാക്കിയാണ് ആ പാട്ട് ഉണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായല്ല. ഗാനം പാടിയവർക്കെതിരെയും നിർമ്മിച്ചവർക്കെതിരെയും കേസെടുക്കുമെന്ന് കേൾക്കുന്നു. BJPക്കാർ ഇതിനേക്കാൾ ഭേദമാണല്ലോ. എന്തേ ഇപ്പോൾ ഇത്രമാത്രം നൊന്തുവെന്നും സതീശൻ പരിഹസിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കണ്ണൂരിൽ വ്യാപക അതിക്രമമാണ് CPMന്റെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. പയ്യന്നൂരിലും പാനൂരിലും ബോംബുകളും വടിവാളുകളുമായി ചില അക്രമി സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ്. പല സ്ഥലത്തും ഇതെല്ലാം പോലീസ് നോക്കി നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ ബോംബ് പൊട്ടി കൈപോയതിന് പടക്കം പൊട്ടിയെന്നാണ് പോലീസ് പറയുന്നത്. സ്വന്തം നാട്ടിൽ സ്വന്തം പാർട്ടിക്കാർ എതിരാളികളെ കൊല്ലാൻ ബോംബ് നിർമ്മിക്കുമ്പോൾ മുഖ്യമന്ത്രി അതിന് കൂട്ടുനിൽക്കുകയാണ്. മുഖ്യമന്ത്രി ഈ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല. പോലീസിനെ പരിഹാസപാത്രമാക്കുകയാണ്. ക്രിമിനലുകളെ കസ്റ്റഡിയിലെടുക്കണമെന്നും സതീശൻ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ പ്രതിമ തല്ലി തകർക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ വികൃതമാക്കി. എത്ര ഹീനമായാണ് CPIM തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പ്രതികാരം ചെയ്യുന്നത്. ശക്തമായ പ്രതികരണം ഞങ്ങളിൽ നിന്നുണ്ടാകും. ഞങ്ങളുടെ പ്രവർത്തകരെ ക്രിമിനലുകൾക്ക് വിട്ടുകൊടുക്കില്ലെന്നും സതീശൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്തിനാണ് വെല്ലുവിളിക്കുന്നതെന്നും അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞതിലെല്ലാം ഉറച്ചു നിൽക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. താൻ ഹാജരാകാൻ അദ്ദേഹം എന്തിനാണ് വെല്ലുവിളിക്കുന്നത്? കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞ് ആരെങ്കിലും വെല്ലുവിളിക്കുമോ? 2 കോടി രൂപയുടെ മാനനഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞാണ് എനിക്ക് നോട്ടീസ് അയച്ചത്. കേസ് കൊടുത്തപ്പോൾ 2 കോടിയുടെ മാനം എങ്ങനെയാണ് 10 ലക്ഷത്തിലേക്ക് മാറിയത്? ശബരിമല ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റുവെന്ന് കോടതിയാണ് പറഞ്ഞത്. അത് ആർക്കാണ് കൊടുത്തതെന്ന് മാത്രമാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായ അദ്ദേഹത്തോട് താൻ ചോദിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ ആഴ്ചയും പത്രസമ്മേളനം വിളിക്കണമെന്നാണ് തന്റെ അഭ്യർത്ഥന. അദ്ദേഹത്തിന്റെ പ്രായത്തെയും സ്ഥാനത്തെയും ബഹുമാനിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോലുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പറയണമെന്നാണ് ആഗ്രഹമെന്നും സതീശൻ പരിഹസിച്ചു. അതേസമയം ആരുമായും മുന്നണി വിപുലീകരണ ചർച്ച നടന്നിട്ടില്ലെന്ന് സതീശൻ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ